ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, അതായത് 10th സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സ് പോർഷൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പൊതു ചിലവ്, പൊതുവരുമാനം, ഗവൺമെൻറ്റിൻ്റെ ടാക്സ് റവന്യൂ, അതായത് നികുതി വരുമാനം, നികുതി ഇതര വരുമാനം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോ എന്ത് ചെയ്യുക, കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണിത്. GST. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പരോക്ഷ നികുതികളെല്ലാം, ഇന്ത്യയിലുള്ള പരോക്ഷ നികുതികളെല്ലാം തന്നെ ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കി GST എന്ന പേരിൽ കൊണ്ടുവന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ പലതരത്തിലുള്ള പരോക്ഷ നികുതികൾ ഉണ്ടായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി അല്ല, എക്സൈസ് ഡ്യൂട്ടി, സെയിൽ ടാക്സ്, സർവീസസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, അങ്ങനെ പലതരത്തിലുള്ള പരോക്ഷ നികുതികളെ ചേർത്തിട്ട് ഒരുമിച്ച് ഒറ്റ നികുതിയായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു. അതാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ 1 ജൂലൈ 2017 ജൂലൈ 1 നമ്മുടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ, പഴയ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രണബ് മുഖർജിയും കൂടെ ചേർന്നിട്ടാണ് GST ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ GSTയുടെ പ്രത്യേകത എന്താണ്? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതുവരെ ചുമത്തിയിരുന്ന പല പരോക്ഷ നികുതികളെയും ഏകോപിപ്പിച്ച് ഒറ്റ നികുതിയായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു GSTയുടെ അകത്ത് ഏതൊക്കെ നികുതികളാണ് മെർജ് ചെയ്ത് ചേർന്നത്, ഏതൊക്കെയാണ് ഇപ്പോൾ GSTയുടെ ഭാഗമായിട്ടുള്ള നികുതികൾ? ഒന്ന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. നമ്മൾ എക്സൈസ് ഡ്യൂട്ടി എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന എക്സൈസ് ഡ്യൂട്ടി, സർവീസസ് ടാക്സ്, സേവന നികുതി, സെൻട്രൽ സെയിൽ ടാക്സ്, കേന്ദ്ര സർക്കാർ പിരിക്കുന്ന സെയിൽ ടാക്സ്, സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ്, ഇതിന് നമ്മൾ പറഞ്ഞ ഒരു പേരുണ്ട്, എന്താണ്? സെയിൽ ടാക്സ്, സംസ്ഥാന സർക്കാർ പിരിക്കുന്ന സെയിൽ ടാക്സ്, ലക്ഷറി ടാക്സ്, ആഡംബര നികുതി, അഡ്വർടൈസ്മെന്റ് ടാക്സ്, നമുക്കറിയാമല്ലോ, പരസ്യ നികുതി, ഒക്ട്രോയിന് പറയുന്ന മറ്റൊരു പേരാണ് എൻട്രി ടാക്സ് എന്ന് പറയുന്നത്, പ്രവേശന നികുതി എന്ന് പറയും, എന്റർടൈൻമെന്റ് ടാക്സ്, വിനോദ നികുതി. ഈ ഒരു എന്റർടൈൻമെന്റ് ടാക്സിന്റെ പ്രത്യേകത, അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ഇപ്പോൾ GSTയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ പേരിലല്ല ഇപ്പം പിരിക്കുന്നത്, ഇതെല്ലാം GST എന്ന പേരിലാണ് ഇപ്പൊ കളക്ട് ചെയ്യുന്നത്. ഇനി അവസാനം നമ്മൾ പറഞ്ഞ എന്റർടൈൻമെന്റ് ടാക്സ്, വിനോദ നികുതിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു വിനോദ നികുതി ഉണ്ടല്ലോ, അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളും പിരിക്കാറുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളും പിരിക്കാറുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അതുപോലുള്ള സ്ഥാപനങ്ങളും എന്റർടൈൻമെന്റ് ടാക്സ് പിരിക്കാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റും എന്റർടൈൻമെന്റ് ടാക്സ് പിരിക്കാറുണ്ട്. നിലവിൽ GSTയുടെ ഭാഗമായിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ടാക്സ് ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ടാക്സ് ഇപ്പോഴും എന്റർടൈൻമെന്റ് ടാക്സ് എന്ന പേര് തന്നെയാണ്, വിനോദ നികുതി എന്ന പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. GSTയുടെ ഭാഗമായിട്ടില്ല. സംസ്ഥാന സർക്കാർ കളക്ട് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ടാക്സ് ആണെന്ന് GSTയുടെ ഭാഗമായിട്ടുള്ളത്. ഇനി ആരൊക്കെയാണ് ഈ ഒരു GST അടയ്ക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള എല്ലാവരും തന്നെ GST അടച്ചിരിക്കണം. എല്ലാ വ്യാപാരികളും GST അടച്ചിരിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള എല്ലാ വ്യാപാരികളും GST അടച്ചിരിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, GST നമ്മൾ എവിടെ അടയ്ക്കുന്നു? നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ? GST അടയ്ക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാം ഓൺലൈനായിട്ടാണ്. GST അടയ്ക്കണമെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ 20 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള എല്ലാവരും തന്നെ GSTN-ൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് GSTN എന്ന് പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക്, അതാണ് GSTN. GSTN എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക്. ഇതൊരു നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കൊരു വെബ്സൈറ്റ് ആണ്, ഒരു വെബ് പോർട്ടൽ ആണെന്ന് പറയാം. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. GST അടയ്ക്കാനുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം, ഈ ഒരു വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് GST അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. GSTN-ന്റെ ഫുൾ ഫോം ചോദിച്ചിരുന്നു. GSTN, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക്. നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് GSTN എന്ന് പറയുന്നത്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടും, നമുക്കൊരു തിരിച്ചറിയൽ നമ്പർ കിട്ടും. അതിൻ്റെ പേരാണ് GSTIN. GSTIN എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതാണ് GSTIN. അപ്പോൾ GSTN എന്ന് പറയുന്ന GST നെറ്റ്വർക്കാണ്. GSTIN എന്ന് പറയുന്ന GST നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് GSTIN, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ GSTN-ഉം GSTIN-ഉം എന്നുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇനി GST, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ടേൺ ഓവർ, വിറ്റ് വരുമാനം 20 ലക്ഷത്തിന് മുകളിലുള്ള ഒരു സാമ്പത്തിക വർഷം വിറ്റ് വരുമാനം 20 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാവരും തന്നെ
GST രജിസ്റ്റർ ചെയ്തിരിക്കണം, GST അടയ്ക്കണം. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ടൈപ്സ്, അതായത് പലതരത്തിലുള്ള GST, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, CGST എന്ന് കേട്ടിട്ടുണ്ട്, SGST എന്ന് കേട്ടിട്ടുണ്ട്, IGST എന്ന് കേട്ടിട്ടുണ്ട്, UTGST എന്ന് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എന്താണ് എന്നുള്ള കാര്യം നോക്കിയിരിക്കുക. അപ്പൊ നിങ്ങളൊരു ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്ത് ആദ്യമായിട്ട് GST കൊണ്ടുവരുന്ന രാജ്യം ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ലോകത്ത് ആദ്യമായിട്ട് GST കൊണ്ടുവരുന്ന രാജ്യം ഏതാണ്? ലോകത്ത് ആദ്യമായി GST കൊണ്ടുവരുന്ന രാജ്യം എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫ്രാൻസ്. ലോകത്ത് ആദ്യമായിട്ട് വാറ്റും അതുപോലെ തന്നെ GSTയും എല്ലാം കൊണ്ടുവരുന്ന രാജ്യം ഫ്രാൻസ് ആണ്. മനസ്സിലായല്ലോ. പക്ഷേ ഒരു പ്രത്യേകത, ഇന്ത്യ GST അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നല്ല, ഇന്ത്യ GST അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ലോകത്ത് ആദ്യമായിട്ട് GST വരുന്നത് ഫ്രാൻസ് ആണെങ്കിലും ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്ന കാനഡയിൽ നിന്നാണ്. കാരണം നമ്മളൊരു ഡ്യുവൽ മോഡൽ GST എന്ന് വെച്ചാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ GST കളക്ട് ചെയ്യാൻ പറ്റുന്ന അധികാരം, അതാണ് ഡ്യുവൽ മോഡൽ ഓഫ് GST. അത് നമ്മൾ കാനഡയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഫ്രാൻസിൽ നിന്നല്ല. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഡ്യുവൽ മോഡൽ ഓഫ് GSTക്കകത്ത് വരുന്നതെന്ന് നോക്കാം. ഉദാഹരണം, കേരളത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു സാധനം, തിരുവനന്തപുരത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം കേരളത്തിനകത്ത് തന്നെ എറണാകുളത്ത് വിൽക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രേഡിന്, ഇത്തരത്തിലുള്ള ഒരു വ്യാപാരത്തിനാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് എന്ന് പറയുക. ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സംസ്ഥാനത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ആ സംസ്ഥാനത്തിനകത്ത് തന്നെ വിൽക്കുന്നു. അപ്പൊ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം കേരളത്തിനകത്ത് തന്നെ വിൽക്കുന്നു. അപ്പൊ അവിടെ ഒരു GST ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ എന്തായാലും GST കൊടുക്കണം. ഇവിടെ കൊടുക്കുന്ന GST ആണ് CGSTയും SGSTയും. ഇപ്പൊ 10 രൂപയാണ് GST കൊടുക്കാനുള്ളെങ്കിൽ 5 രൂപ CGST, 5 രൂപ SGST. അപ്പൊ എന്താണ്? ഒരു സംസ്ഥാനത്തിനകത്തൊരു സാധനം ഉൽപ്പാദിപ്പിച്ച് ആ സംസ്ഥാനത്തിനകത്ത് തന്നെ വിൽക്കുന്നു. ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് എന്നാണ് അതിനെ പറയുന്നത്. അത്തരത്തിൽ അവിടെ ആ സമയത്ത് കൊടുക്കാനുള്ള GST ആണ് CGST പ്ലസ് SGST. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ CGST പ്ലസ് SGST ഉണ്ട് അല്ലേ? ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നതെങ്കിൽ CGST പ്ലസ് SGST. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഒരു സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അവിടെ തന്നെ വിറ്റാൽ CGST പ്ലസ് SGST ആണ് അവിടെ ഉണ്ടാകുന്നത്. CGST എന്ന് വെച്ചാൽ കേന്ദ്രം കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. SGST എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തത്, കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കുകയാണ്. ഇതിന് നമ്മൾ എന്തെന്ന് പറയും? ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് എന്ന് പറയും. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് വേറൊരു സംസ്ഥാനത്ത് വിറ്റ് കഴിഞ്ഞാൽ അതിനെ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വ്യാപാര സമയത്ത് ഉണ്ടാകുന്ന GST IGST എന്നാണ് അറിയപ്പെടുന്നത്, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഈ IGST കളക്ട് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ ഒരു IGST കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ ഒരു സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ചത് വേറൊരു സംസ്ഥാനത്ത് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന GST IGST ആണ്. ഓക്കെ അല്ലേ? അവിടെ ഉണ്ടാകുന്ന GST IGST ആണ്. കേന്ദ്ര സർക്കാരാണ് ആ ഒരു IGST കളക്ട് ചെയ്യുന്നത്. അപ്പൊ ആരാണ് IGST കളക്ട് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരാണ് IGST കളക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് കേന്ദ്രം കളക്ട് ചെയ്തതിനു ശേഷം ഏത് സംസ്ഥാനത്താണോ ഇത് വിൽക്കുന്നത്, ഏത് സംസ്ഥാനമാണോ കൺസ്യൂമർ സ്റ്റേറ്റ്, ആ സംസ്ഥാനത്തിന് ഇതിൻ്റെ ഒരു വിഹിതം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് GSTനെ നമ്മൾ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. എവിടെയാണോ നമ്മൾ ഇത് GST വിൽക്കുന്നത് അല്ലെങ്കിൽ സാധനം വിൽക്കുന്നത് അവിടെ എന്ത് ചെയ്യണം? ഈ ഒരു ആ സംസ്ഥാനത്തിന് ഇതിന്റെ നികുതി വിഹിതം കൊടുക്കണം. മനസ്സിലായല്ലോ. അപ്പൊ അതാണ് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. കേന്ദ്ര സർക്കാരാണ് കളക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, ഒരു യൂണിയൻ ടെറിട്ടറി, ഡൽഹി എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഡൽഹിക്കകത്ത് വേറെ എവിടെയെങ്കിലും തന്നെ വിൽക്കുന്നു. ഒരു യൂണിയൻ ടെറിട്ടറിക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അവിടെ തന്നെ വിറ്റ് കഴിഞ്ഞാൽ അവിടെ CGSTയും ഉണ്ടാകുന്നുണ്ട്, UTGSTയും ഉണ്ടാകുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷനെ പോലെ തന്നെ ആദ്യം ഒരു സ്റ്റേറ്റിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ CGSTയും SGSTയും, ഒരു യൂണിയൻ ടെറിട്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം യൂണിയൻ ടെറിട്ടറിക്കകത്ത് തന്നെ വിറ്റ് കഴിഞ്ഞാൽ അവിടെ CGSTയും UTGSTയും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ CGST എന്ന് വെച്ചാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, SGST എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, IGST എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി GST നിരക്കുകൾ, GST സ്ലാബ് റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ന ഉൽപ്പന്നങ്ങൾ ഇത്ര നിരക്കിനകത്ത് വരുന്നു. പ്രധാനമായിട്ട് ഇപ്പോൾ 5%, 12%, 18%, 28%. പക്ഷെ ഇത് കൂടാതെ 0% എന്നൊരു പെർസെൻറ്റേജും കൂടെ ഉണ്ട്. 0% എന്ന് വെച്ചാൽ ആ ഉൽപ്പന്നങ്ങൾ GST ഒഴിവാക്കിയിരിക്കുന്നു എന്നല്ല അർത്ഥം. ഇപ്പൊ പച്ചക്കറികൾക്ക്, പാലിന്, അതുപോലെ പഴങ്ങൾക്ക്, ഇതിനെല്ലാം 0%. പക്ഷെ അത് GSTയുടെ ഭാഗമാണ്. പക്ഷെ 0% ഇൻട്രസ്റ്റ് റേറ്റ് ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ 0, 5,
12, 18, 28 എന്നിങ്ങനെ 5 GST റേറ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഈ റേറ്റുകളെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ഈ റേറ്റുകളെല്ലാം തീരുമാനിക്കുന്നത് GST കൗൺസിൽ എന്ന് പറയുന്ന സ്ഥാപനമാണ്, GST കൗൺസിൽ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ GST വന്നത് ഒരു ഭരണഘടനാ ഭേദഗതി വഴിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ത്യയിൽ GST വരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ്, അല്ലെ? ഭരണഘടനാ ഭേദഗതി 101 ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് ഇന്ത്യയിലെ GST വരുന്നത്. 101 ഭരണഘടനാ ഭേദഗതി നിയമം. അതേസമയം 122 ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാരണം എല്ലാ ബില്ലുകളും നിയമം ആകത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ചില ബില്ലുകൾ നിയമമാകാതെ പോകാറുണ്ട്. അപ്പൊ 122 ഭരണഘടനാ ഭേദഗതി ബില്ലും 101 ഭരണഘടനാ ഭേദഗതി ആക്ടുമാണ് GST വരാൻ കാരണമായത്. അപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാം, ചോദ്യം പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ GST വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി നിയമം അല്ലെങ്കിൽ GST വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ബില്ല്. നിയമമാണെങ്കിൽ 101, ആക്ട് ആണെങ്കിൽ 101, ബില്ലാണെങ്കിൽ 122. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇനി ആ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴി ഇന്ത്യയിൽ ഫോം ചെയ്ത ഒരു പുതിയ സ്ഥാപനമാണ് GST കൗൺസിൽ. അപ്പൊ GST കൗൺസിലാണ് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, GSTയുടെ നിരക്കുകളൊക്കെ തീരുമാനിക്കുന്ന GST കൗൺസിലാണ്. GST കൗൺസിൽ എന്ന് പറയുന്ന ഒരു 33 അംഗങ്ങളുള്ള ഒരു ബോഡിയാണ്. 33 അംഗങ്ങൾ. അതിൽ 2 പേര് കേന്ദ്ര സർക്കാരിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. 28 പേര് സംസ്ഥാനങ്ങളെ, സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളവരാണ്. 3 പേര് യൂണിയൻ ടെറിട്ടറീസ്. ഏതൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഈ 3 യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾ. അങ്ങനെ 33 അംഗങ്ങളാണ് GST കൗൺസിലിനകത്തുള്ളത്. ആരൊക്കെയാണ്? 2 പേര് കേന്ദ്ര സർക്കാരിനെ റെപ്രസെന്റ് ചെയ്ത്, 28 പേര് സംസ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്ത്, 3 പേര് യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനകാര്യമന്ത്രി. ഇതിൽ 2 പേരിൽ ഒന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി, മറ്റൊന്ന് ധനകാര്യ സഹമന്ത്രിയാണ്. ഓക്കെ അല്ലേ? ഇനി GST കൗൺസിൽ എന്ന് പറയുന്ന അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. വോട്ട് ഇട്ടിട്ടാണ് അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. ടോട്ടൽ വോട്ടിന്റെ മൊത്തം വോട്ടിന്റെ 3/4 ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റൂ. അതായത് മൊത്തം വോട്ടിന്റെ 75% മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ GST കൗൺസിലിൽ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു പ്രത്യേകത, സെൻട്രൽ ഗവൺമെന്റ് വോട്ടിടുമ്പോൾ മൊത്തം വോട്ടിന്റെ 1/3 ആണ് കിട്ടുന്നത്. 1/3 എന്ന് വെച്ചാൽ 33.33%. ഇനി സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസും മുഴുവനായിട്ട് വോട്ടിട്ട് കഴിഞ്ഞാലും മൊത്തം വോട്ടിന്റെ 2/3 ആണ്, അതായത് 66.66%. പക്ഷെ നിങ്ങൾ നോക്കണം, അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കണമെങ്കിൽ 75% മെജോറിറ്റി വേണം. അതായത് മൊത്തം വോട്ടിന്റെ 3/4 കിട്ടിയാലേ GST കൗൺസിലിൽ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് വോട്ടിട്ട് കഴിഞ്ഞാൽ മൊത്തം വോട്ടിന്റെ 33% ആകുന്നേ ഉള്ളൂ, 1/3 ആകുന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം സെൻട്രൽ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ GST കൗൺസിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇനി സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വോട്ടിട്ടാലും മൊത്തം വോട്ടിന്റെ 66% കിട്ടുന്നുള്ളൂ. അപ്പോഴും 75% മെജോറിറ്റി വരുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ, ഒരുമിച്ച് നിന്നാൽ മാത്രമേ GST കൗൺസിൽ തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് GST കൗൺസിലിനെ നമ്മളൊരു ഫെഡറൽ ബോഡി എന്ന് വിളിക്കാറുണ്ട്. ഫെഡറൽ ബോഡി എന്ന് വെച്ചാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ പ്രാധാന്യം. ഓക്കെ അല്ലേ? ഇനി സർചാർജ് ആൻഡ് സെസ്. സർചാർജും സെസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ GSTക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നികുതിക്ക് മുകളിൽ ചുമത്തുന്ന അധിക നികുതിനെയാണ് സർചാർജും സെസ് എന്ന് പറയുന്നത്. സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്നതാണ് സെസ് എന്ന് പറയുന്നത്. ഉദാഹരണം പ്രളയ സെസ് കേരളത്തിൽ കളക്ട് ചെയ്തിരുന്നു, വിദ്യാഭ്യാസ സെസ്, അതുപോലെ ആരോഗ്യ സെസ്, അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് സെസ്. അങ്ങനെ പ്രത്യേക ആവശ്യത്തിന് കളക്ട് ചെയ്യുന്നതാണ് സെസ്. അതെന്ന് വെച്ചാൽ ഒരു താൽക്കാലിക നേച്ചറിലുള്ള അല്ലെങ്കിൽ ഒരു ടെമ്പററി നേച്ചറിലുള്ളതാണ്. കാരണം ആ ആവശ്യത്തിന് പൈസ കണ്ടെത്തി കഴിയുമ്പോൾ സെസ് നിർത്തലാക്കും. അതേസമയം സർചാർജും ഇതുപോലെ തന്നെയാണ്, നികുതിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നത്. സെസ്സും സർചാർജും രണ്ടും തന്നെ നികുതിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന അഡീഷണൽ നികുതിയാണ്. മനസ്സിലായി? അഡീഷണൽ ടാക്സ്, അധിക നികുതിയാണ്. സെസ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് കളക്ട് ചെയ്യുന്നതാണെങ്കിൽ സർചാർജ് അങ്ങനെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയൊന്നും അല്ല കളക്ട് ചെയ്യുന്നത്. പകരം അതൊരു നിശ്ചിത ശതമാനമായിരിക്കും എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. നികുതിയുടെ മുകളിൽ ഇത്ര ഒരു നിശ്ചിത ശതമാനം സർചാർജ്, അധിക നിരക്ക്. ഇനി ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് GSTയുടെ ഭാഗമായിട്ട് വരാത്തത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, 3 ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും GSTയുടെ ഭാഗമായിട്ട് വരുന്നില്ല. 1 പെട്രോളിയം പ്രോഡക്റ്റ്, 2 ഇലക്ട്രിസിറ്റി, 3 ലിക്വർ, മദ്യം, ആൽക്കഹോൾ. അപ്പൊ ഇത് 3ഉം തന്നെ GSTയുടെ ഭാഗമായിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. GSTയിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്.
ഇനി താഴെ പറയുന്ന നികുതികളിൽ ഏതൊക്കെയാണ് കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്നത്? കോർപ്പറേറ്റ് നികുതി, കമ്പനികളുടെ നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ്, നമുക്കറിയാമല്ലോ ആദായ നികുതി, നമ്മളൊക്കെ കൊടുക്കുന്ന ഇൻകം ടാക്സ്, CGST, നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, IGST, ഇത്രയും തന്നെ കേന്ദ്രം കളക്ട് ചെയ്യുന്നു. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നതാണെങ്കിലോ ലാൻഡ് ടാക്സ്, ഭൂനികുതി, ദെൻ സ്റ്റാമ്പ് ഡ്യൂട്ടി, സ്റ്റേറ്റ് GST. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് പ്രോപ്പർട്ടി ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, ഇത് രണ്ടും ലോക്കൽ സെൽഫ് പഞ്ചായത്തുകൾ കളക്ട് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ ഒരുപാട് നികുതികളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തോ, കൂടുതൽ നികുതികൾ എന്ത് ചെയ്യുക, കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി നോൺ ടാക്സ് റവന്യൂ, ഇനി നികുതി, നമ്മൾ നേരത്തെ പറഞ്ഞു നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും ചർച്ച ചെയ്തപ്പോൾ നികുതി ഇതര വരുമാനം എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫീസ്, പെനാൽറ്റി, ഗ്രാന്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് പല സേവനങ്ങൾക്ക് കളക്ട് ചെയ്യുന്നതിനെയാണ് ഫീസ്. ലൈസൻസിന്, രജിസ്ട്രേഷന്, ട്യൂഷന്, നമ്മൾ സ്കൂളിൽ ട്യൂഷൻ ഫീസ് ആയിട്ട് കൊടുക്കാറുണ്ട്. വസ്തു രജിസ്ട്രേഷൻ ഫീ, വാഹന രജിസ്ട്രേഷൻ ഫീ, ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ലൈസൻസ് ഫീ. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഫീസ് എന്ന് പറയുന്നത്. ഫൈനും പെനാൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമം തെറ്റിച്ച് നമ്മൾ പ്രവർത്തനം നടത്തുമ്പോഴാണ് നമ്മൾ ഫൈനും പെനാൽറ്റിയും കൊടുക്കുന്നത്. ഹെൽമെറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കുമ്പോൾ ഫൈൻ കൊടുക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിച്ചാൽ ഫൈൻ കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ ഫൈൻ ആൻഡ് പെനാൽറ്റിയാണ്. ദെൻ ഗ്രാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാമ്പത്തിക സഹായമാണ് ഗ്രാൻഡ്, ഫൈനാൻഷ്യൽ എയ്ഡ്. ഉദാഹരണം, കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഗ്രാൻഡ് എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സഹായമായിട്ട് കിട്ടുന്നതാണ്. ഇന്ത്യ ടർക്കിക്ക് ഭൂകമ്പം നടന്ന സമയത്ത് എന്ത് കൊടുത്തു? ഗ്രാൻഡ് കൊടുത്തു. നേപ്പാളിന് ഭൂകമ്പം നടന്ന സമയത്ത് ഗ്രാൻഡ് കൊടുത്തു. UK ഇന്ത്യക്ക് ഗ്രാൻഡ് തരുന്നുണ്ട്. IMF ഇന്ത്യക്ക് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സഹായമാണ്, അങ്ങോട്ട് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അപ്പൊ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി സംസ്ഥാനങ്ങൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കാറുണ്ട് ഗ്രാൻഡ്. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശ. ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ലോണുകൾക്ക് ഗവൺമെന്റിന് പല സ്ഥാപനങ്ങൾക്കോ രാജ്യങ്ങൾക്കോ പിന്നെ സംസ്ഥാനങ്ങൾക്കോ ഗവൺമെന്റ് ലോണുകൾ കൊടുക്കാറുണ്ട്. അതിന് കിട്ടുന്ന പലിശയാണ് ഇൻട്രസ്റ്റ്. ദെൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കമ്പനികളുണ്ട്, ഇന്ത്യൻ റെയിൽവേ അതുപോലുള്ള ഗവൺമെന്റ് കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ലാഭം. അപ്പൊ ഇതെല്ലാം തന്നെ നോൺ ടാക്സ് റവന്യൂ, നികുതി ഇതര വരുമാനം. ഇതെല്ലാം ഗവൺമെന്റിന്റെ വരുമാനമാണ്. നികുതി അല്ലാതെ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനമാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഇനി പബ്ലിക് ഡെറ്റ് എന്ന് വെച്ചാൽ പൊതുകടം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പല സ്രോതസ്സുകളിൽ നിന്ന് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഫണ്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതിനെയാണ് പൊതുകടം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ കടം എന്തിനാണ് എടുക്കുന്നത്? ഗവൺമെന്റിന്റെ ചെലവ് ഇപ്പോൾ 100 കോടിയാണ് ഗവൺമെന്റിന്റെ ചെലവ്, എക്സ്പെൻഡിച്ചർ. അതേസമയം ഗവൺമെന്റിന്റെ വരുമാനം ഇപ്പോൾ 80 കോടിയേ ഉള്ളൂ. ബാക്കി വരുമാനം അല്ലെങ്കിൽ ബാക്കി ചെലവുകൾ മീറ്റ് ചെയ്യാൻ ഗവൺമെന്റിന് സ്വാഭാവികമായിട്ടും കടം എടുക്കേണ്ടി വരും അല്ലെ, പൊതുകടം. അതിനാണ് പൊതുകടം എന്ന് പറയുന്നത്. പൊതുകടം ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണൽ ഡെറ്റും ഉണ്ട്. ഇന്റേണൽ എന്ന് വെച്ചാൽ രാജ്യത്തിനകത്തു നിന്ന് എടുക്കുന്ന കടം, രാജ്യത്തിനകത്തുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ, RBIയിൽ നിന്ന്, അതുപോലെ മറ്റ് ബാങ്കുകളിൽ നിന്ന്, രാജ്യത്തകത്തുള്ള മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന ലോണുകളാണ് ഇന്റേണൽ ഡെറ്റ്. എക്സ്റ്റേണൽ ഡെറ്റ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇന്റേണൽ ഡെറ്റിനകത്ത് ഗവൺമെന്റ് കടപ്പത്രങ്ങൾ കൊടുത്തിട്ട് വാങ്ങുന്ന കടവും ഉണ്ട് ഇന്റേണൽ ഡെറ്റ്. എക്സ്റ്റേണൽ ഡെറ്റ് എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ ഏജൻസി, IMF, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ സ്ഥാപനങ്ങളിൽ നിന്നും മേടിക്കുന്ന ലോണുകളാണ് എക്സ്റ്റേണൽ ഡെറ്റ്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ഡെറ്റ് ആണ് കൂടുതൽ. കാരണം നമ്മുടെ രാജ്യം കൂടുതലും എക്സ്റ്റേണൽ ഡെറ്റിനെ ആശ്രയിക്കുന്നത്. കാരണം ഇന്റേണൽ ഡെറ്റ് കൂടുതലായിട്ട് നമ്മളെ ബാങ്കുകളിൽ നിന്നും അതുപോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഗവൺമെന്റ് കൂടുതൽ ലോൺ എടുത്താനുള്ള പ്രശ്നം എന്താണ്? അങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞാൽ സ്വകാര്യ കമ്പനികൾക്കും വ്യക്തികൾക്കും മറ്റ് അതുപോലുള്ള ആൾക്കാർക്ക് ലോൺ കിട്ടാത്ത ഒരു അവസ്ഥ വരും. നമ്മുടെ രാജ്യത്തിനകത്തു നിന്നാണ് ഗവൺമെന്റ് കൂടുതൽ ലോൺ എടുക്കുന്നതെങ്കിൽ മറ്റുള്ള സ്വകാര്യ കമ്പനികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾക്കൊക്കെ ലോൺ കിട്ടാത്ത ഒരു അവസ്ഥ വരും. ഓക്കെ അല്ലേ? ഇനി പബ്ലിക് ഡെറ്റ്, പൊതുകടം കൂടാനുള്ള കാരണം ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് കൂടുതൽ പ്രതിരോധത്തിന് ചിലവാക്കുന്നു. പോപ്പുലേഷൻ കൂടുമ്പോൾ അവർക്ക് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. വെൽഫെയർ ആക്ടിവിറ്റീസ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിനൊന്നും മുടക്കുന്ന കാശ് തിരിച്ചു കിട്ടത്തില്ലല്ലോ. ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഫണ്ട് ചിലവാക്കേണ്ടി വരും. ഇനി പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്ന പൊതുധനകാര്യം. പബ്ലിക് ഫൈനാൻസ്, പൊതുധനകാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ധനകാര്യം. അതിനകത്ത് ഗവൺമെന്റിന് ചിലവുണ്ട്, ഗവൺമെന്റിന്റെ വരുമാനമുണ്ട്, ഗവൺമെന്റിന്റെ കടമുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ വരുമാനവും പൊതുചിലവും പൊതുകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് പബ്ലിക് ഫൈനാൻസ് മീൻസ് പ്രസന്റ് ചെയ്യുന്നത് ബജറ്റിലൂടെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ബജറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ?
ബജറ്റ് എന്ന് പറയുന്ന വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ഒരു സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ്. നമുക്കറിയാം എല്ലാ വർഷവും ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 11 മണിക്ക് നമ്മുടെ പാർലമെന്റിന് മുന്നാകെ കേന്ദ്ര ധനകാര്യമന്ത്രി ബജറ്റ് പ്രസന്റ് ചെയ്യും. ആ ബജറ്റ് എന്ന് പറയുന്ന വരാൻ പോകുന്ന സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലാവധിയിൽ നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്ന ചിലവുകളും വരുമാനവും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റിന്റെ അകത്ത് തന്നെ 3 തരത്തിലുള്ള ബജറ്റ് ഉണ്ട്. ബാലൻസ്ഡ് ബജറ്റ്, സന്തുലിത ബജറ്റ്, അതുപോലെ തന്നെ സർപ്ലസ് ബജറ്റ്, അതുപോലെ തന്നെ ഡെഫിസിറ്റ് ബജറ്റ്, അതായത് കമ്മി ബജറ്റും അതുപോലെ തന്നെ സർപ്ലസ് ബജറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യം ബാലൻസ്ഡ് ബജറ്റ് എന്ന് വെച്ചാൽ സന്തുലിത ബജറ്റ്. അപ്പോൾ ബാലൻസ് ബജറ്റ്, സന്തുലിത ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ഗവൺമെന്റിന്റെ റെസീപ്റ്റും, ഗവൺമെന്റിന്റെ വരുമാനവും ഗവൺമെന്റിന്റെ ചെലവുകളും തുല്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബാലൻസ്ഡ് ബജറ്റ്, സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സർപ്ലസ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗവൺമെന്റിന്റെ വരുമാനം കൂടുതലും ഗവൺമെന്റിന്റെ ചെലവ് കുറവുമാണെങ്കിൽ നമുക്ക് അവിടെ സർപ്ലസ് ആണ്, അല്ലെ? ലാഭമാണ്, മിച്ചമാണ്. അതിനെയാണ് നമ്മൾ മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബാലൻസ്ഡ് ബജറ്റ് ആണ്, ഇത് സർപ്ലസ് ബജറ്റ് ആണ്. ഇനി തിരിച്ച് എക്സ്പെൻഡിച്ചർ കൂടുതൽ, ചെലവുകൾ കൂടുതലും വരുമാനം കുറവുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെഫിസിറ്റ് ബജറ്റ്, കമ്മി ബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബജറ്റ് കമ്മി എന്ന് കേട്ടിട്ടില്ലേ? കമ്മി ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബജറ്റ് 3 തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ്ഡ്, സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ്. ബാലൻസ് എന്ന് വെച്ചാൽ സന്തുലിത ബജറ്റ്, വരുമാനവും ചെലവും തുല്യമാണ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിച്ചം, ബാക്കി മിച്ചം ഉണ്ട് നമ്മുടെ കയ്യിൽ. സർപ്ലസ്, വരുമാനം കൂടുതൽ ചെലവ് കുറവ്. ഡെഫിസിറ്റ് ബജറ്റ് എന്ന് വെച്ചാൽ കമ്മിയാണ്, വരുമാനം കുറവ് ചെലവ് കൂടുതൽ. ഇനി ഇത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിനകത്തുള്ള 2017-18 നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഈ വർഷത്തെ ബജറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി വരുമാനവും ചെലവ് ഏതാണെന്നുള്ളത്. ഈ വർഷം, കഴിഞ്ഞ വർഷം, അതിന് തൊട്ട് മുന്നത്തെ വർഷം 2022, 23, 24 കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് പഴയ ഡേറ്റയാണ്. ഓക്കെ, നമ്മളിനി വേറൊരു കാര്യം വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ 2022, 23, 24 ഈ 3 വർഷത്തെ ബജറ്റാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പൊ അതിനകത്തുള്ള ഡേറ്റ, അതിനകത്ത് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പദ്ധതികൾ എല്ലാം ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന വരുമാനവും ചെലവും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് ഗവൺമെന്റിന്റെ വരുമാനവും ചെലവും കാണിക്കുന്ന ഒരു 2 പൈ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ നമ്മൾ ധനനയം എന്നാണ് പറയാറ്. നമ്മൾ കേട്ടിട്ടില്ലേ? 2 തരത്തിലുള്ള പോളിസി ഉണ്ട്, അല്ലെ? ഒന്നെന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി, പണനയം. ഈ പണനയം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്യുന്നതാണ് പണനയം. ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ എന്താണ്? ധനനയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന അവരുടെ നയമാണ് ധനനയം എന്ന് പറയുന്നത്. അതിനകത്ത് ഗവൺമെന്റിന്റെ വരുമാനം, ഗവൺമെന്റിന്റെ ചിലവ്, ഗവൺമെന്റിന്റെ കടം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നയങ്ങൾ ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത് ഫിസ്ക്കൽ പോളിസി വഴിയാണ്, ധനനയം വഴിയാണ്. ഈ പോളിസികളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബജറ്റിലൂടെയാണ്. ഓരോ വർഷവും ബജറ്റ് അവതരിപ്പിക്കുന്നു. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു ധനനയം പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായല്ലോ? എ സൗണ്ട് ഫിസ്ക്കൽ പോളിസി ഹെൽപ്പ് ഇൻ നറിഷിംഗ് ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ഗ്രോത്ത്. അപ്പോൾ ഒരു മെച്ചപ്പെട്ട ഫിസ്ക്കൽ പോളിസി ആണെങ്കിൽ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾ വഴി ഗ്രോത്തിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. ഫിസ്ക്കൽ പോളിസിയുടെ കുറച്ച് ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അറ്റൈൻസ് എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത. മെച്ചപ്പെട്ട രീതിയിൽ ഗവൺമെന്റ് ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി പൈസ മുടക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ രാജ്യത്ത് കൃത്യമായിട്ടുള്ള എക്കണോമിക് സ്റ്റെബിലിറ്റി. നിങ്ങൾക്കറിയാം, COVID-19 സമയത്ത് നമ്മുടെ രാജ്യം, സമ്പദ് വ്യവസ്ഥ വളരെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നു. പക്ഷെ ഗവൺമെന്റിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ, കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയത്, അല്ലെ? കാരണം അതില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ മാത്രം ലോകത്തുള്ള എല്ലാ സമ്പദ് വ്യവസ്ഥകളും തകർന്നു പോകും. പക്ഷെ ഗവൺമെന്റ് കൃത്യമായിട്ട് ഇടപെട്ടു. തൊഴിലില്ലായ്മ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതായത് ഭക്ഷണ സാധനം കൊടുത്തു. അതുപോലെ തന്നെ മറ്റ് സ്കീമുകളെല്ലാം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് സമ്പദ് വ്യവസ്ഥ സ്ഥിരതയോടുകൂടി കൊണ്ടുപോകാൻ പറ്റി. ദെൻ ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. മെച്ചപ്പെട്ട ഫിസ്ക്കൽ പോളിസി ആണെങ്കിൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നു. കൺട്രോൾ അൺനെസസറി എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ ഇപ്പോൾ ദൂർത്ത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെലവുകൾ കുറയ്ക്കുക, അത് അൺനെസസറി എക്സ്പെൻസ് ഒഴിവാക്കുക. നെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് വേണം, അൺനെസസറി ദൂർത്തായിട്ടുള്ള ചെലവുകളല്ല, വെറുതെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഇൻഫ്ലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു?
ആൻഡ് ഡീഫ്ലേഷൻ വിച്ച് അഫക്ട് എക്കണോമിക് സെക്യൂരിറ്റി. നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഉള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഉണ്ടാകുന്നു, നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡീഫ്ലേഷൻ പണച്ചുരുക്കം ഉണ്ടാകുന്നു. ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കാനാണ് മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നത്, പണനയം പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കൂടാതെ തന്നെ പണനയം കൂടാതെ തന്നെ ഫിസ്ക്കൽ പോളിസി ധനനയവും നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷനെയും ഡീഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണം, ദ ടാക്സ് റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് വെൻ ദെയർ ഇസ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം. പണപ്പെരുപ്പം എന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിലെല്ലാം ഒരുപാട് കാശുണ്ട്, അപ്പൊ ഇനിയും ജനങ്ങളുടെ കയ്യിൽ കാശ് എത്തരുത്, ജനങ്ങളുടെ കയ്യിലുള്ള കാശ് എത്തുന്നത് കുറയ്ക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ടാക്സ് റേറ്റ് കൂട്ടുന്നു. ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള കാശ് കൂടുതൽ നികുതിയായിട്ട് കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ജനങ്ങളുടെ കയ്യിലെ കാശ് കുറയുന്നു, അവിടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ആകുന്നു. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ പറയുന്നത് ടാക്സ് റേറ്റ് ഇൻക്രീസ് വെൻ ദെയർ ഈസ് ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പം ഉള്ളപ്പോൾ നികുതി നിരക്ക് കുറയ്ക്കുന്നു. അതിന്റെ ഭാഗമായി പർച്ചേസിംഗ് പവർ, ജനങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ മേടിക്കാനുള്ള അവരുടെ പർച്ചേസിംഗ് പവർ കുറയുന്നു. അപ്പൊ ജനങ്ങൾ സാധനങ്ങൾ മേടിച്ചില്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടുമോ? ഇല്ല, ഇൻഫ്ലേഷൻ കൺട്രോൾ ആകും. മനസ്സിലായല്ലോ? ടാക്സ് റേറ്റ് 10% നിന്ന് 20% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 100 രൂപ വരുമാനം കിട്ടുന്ന ആള് 20 പെയ്ഡ് ഈസ് ₹20, എന്റെ കസ്റ്റമർ ക്യാൻ യൂസ് ഓൺലി 80. അതായത് മുന്നേ 100 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആള് 20% നികുതി കൊടുത്താൽ 80 രൂപ വരെ ഉപയോഗിക്കുമായിരുന്നു. പിന്നീട് 30% ഉയർത്തി എന്ത് ചെയ്യും? അയാൾക്ക് 70 രൂപ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ തിരിച്ച് ഡീഫ്ലേഷൻ പണച്ചുരുക്കം. പണച്ചുരുക്കം എന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിലൊന്നും കാശില്ലാത്ത അവസ്ഥ. പണച്ചുരുക്കമായിരിക്കുന്ന സമയത്ത് ടാക്സ് നിരക്കുകൾ കുറയ്ക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ കാശ് വരുന്നു. അപ്പോൾ മോണിറ്ററി പോളിസി പണനയം പോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഫിസ്ക്കൽ പോളിസി. പണനയം എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി RBI അനൗൺസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെന്റ് നികുതി നിരക്കുകളിൽ വ്യത്യാസം വരുത്തുന്നു, ഗവൺമെന്റിന്റെ ചിലവുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും ധനനയം യൂസ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടാക്സേഷൻ, നികുതി എന്ന് പറയുന്നത് ധനനയത്തിന്റെ ഭാഗമാണ്. ബജറ്റ് എന്ന് പറയുന്നതും ധനനയത്തിന്റെ ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്നാണ് ആ ഒരു ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ 10th സ്റ്റാൻഡേർഡിലെ ഒരു പോർഷനാണ് ഇത്. അത്യാവശ്യം അറിഞ്ഞിരിക്കാനുള്ള ഭാഗമാണ് ഇത്. എല്ലാ LDC ആണെങ്കിലും 12th ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്ന എല്ലാവരും ബേസിക് ആയിട്ട് ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ 12th സ്റ്റാൻഡേർഡ് നോക്കുന്ന സമയത്ത് ബജറ്റിനെ പറ്റി കുറച്ചും കൂടി എന്താണ് ഡെപ്തിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്, NCERT 12th നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ഇത്രയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് നോക്കാനുള്ളത്. ബാക്കിയുള്ള പോർഷൻസ് വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.